കാടിനോട് ചേർന്ന് ഒരു ചെറിയ ഗ്രാമം. അവിടെ ഒരു വേട്ടക്കാരൻ ജീവിച്ചിരുന്നു. ഓരോ ദിവസവും അവൻ ഒരു മൃഗത്തിന്റെ ജീവനെടുത്ത് വീട്ടിലെത്തും. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി അയാൾ തോക്കുമെടുത്ത് കാട്ടിലേക്ക് പോയി. അയാൾ ഒരു പെൺകടുവയെയും കുഞ്ഞുങ്ങളെയും കണ്ടു. അവൻ വെടിവെച്ചു. കടുവ വീണു. കുഞ്ഞുങ്ങൾ ഭീതിയിൽ നിലവിളിച്ചു. അവന്റെ പിറകിൽ പെട്ടെന്നൊരു കാറ്റും ഇടിയും. അവൻ ഓടി. കുറച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കടുവയുടെ കണ്ണുകൾ പോലെ രണ്ട് മഞ്ഞ വെളിച്ചങ്ങൾ ഇരുട്ടിൽ തെളിഞ്ഞു. ആ തണുത്ത കാറ്റ് അവന്റെ ശരീരത്തിൽ കടന്നു. ആ രാത്രിക്ക് ശേഷം അവൻ ഒരു രോഗിയായി. ഏതാനും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു. പക്ഷേ അവൻ മരിച്ച ശേഷം ഗ്രാമത്തിൽ വിചിത്രമായ സംഭവങ്ങൾ തുടങ്ങി. രാത്രികാലങ്ങളിൽ കാറ്റിൽ കടുവയുടെ ഗർജനം, നാട്ടുവഴികളിൽ കടുവയുടെ കാൽപ്പാടുകൾ. കാട്ടിൽ ആരെങ്കിലും കയറുമ്പോൾ അവർക്ക് തോന്നും ആരോ അവരുടെ പിന്നിലുണ്ട്. അങ്ങനെ ഗ്രാമത്തിലെ മുതിർന്നവരിൽ ഒരാൾ പറഞ്ഞു, അവൻ ജനിച്ചു, പുലിയൻ മാടൻ. അത് ആ വേട്ടക്കാരന്റെ ആത്മാവായിരുന്നു. താൻ കൊന്ന കടുവയുടെ വേദനയിൽ നിന്ന് പിറന്ന മനുഷ്യന്റെയും മൃഗത്തെയും ഒന്നിച്ചു ചേർന്ന ഒരു പുതിയ ജീവൻ. ഇപ്പോൾ പുലിയൻ മാടനാണ് ആ കാടിന്റെ കാവൽക്കാരൻ. പക്ഷേ കാട്ടിൽ കടന്നു വരുന്നവരുടെ ശത്രുവും. അവന്റെ കണ്ണുകൾ ഇന്നും കാട്ടിനുള്ളിൽ കാത്തിരിക്കുന്നു, ഒരു വേദനയുടെ തീയായി.